നിർണായക ഇന്ത്യ സഖ്യയോഗം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് ഡൽഹിയിൽ ചേരും. 23 പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കോൺഗ്രസിനെതിരെ വലിയ അതൃപ്തി സഖ്യകക്ഷികൾക്കിടയിൽ ഉടലെടുത്ത പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ യോഗം ശ്രദ്ധേയമാകുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പിനും യോഗം നിർണായകമാണ്. ബൽറാം നെടുങ്കാണി ചേരുകയാണ് വിവരങ്ങളുമായി. ബൽറാം, കഴിഞ്ഞ ദിവസം ബ്ലോക്ക് മാറിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ പാർട്ടികൾ മുന്നോട്ട് വന്നിരുന്നു. ഇതിനിടയിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യം ഇന്ത്യ സഖ്യത്തിനിടയിൽ ഉണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നു. ഈ യോഗം ഏറെ നിർണായകമാണ്. 23 പാർട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. എപ്പോഴാണ് യോഗം? വെരി ഗുഡ് മോർണിംഗ് പ്രവിത, ഗോകുൽ. ഏറെ നിർണായകമായ യോഗമാണ്, ഇന്ത്യ സഖ്യത്തിന്റെ യോഗമാണ് ഇന്ന് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് യോഗം. ഈ യോഗത്തിന്റെ പശ്ചാത്തലം എന്നുള്ളത് ഇക്കഴിഞ്ഞ 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കിടെ പ്രധാനമായ ഒരു നടപടി ഉണ്ടായത് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ്, CPM, DMK എന്നീ 3 പാർട്ടികൾക്ക് അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിലെ മുഖ്യ പാർട്ടികൾ ആയിരുന്നു ഈ 3 പാർട്ടികളും എന്നുള്ളതാണ്. ഇതിൽ ഈ 3 പാർട്ടികൾക്കും കോൺഗ്രസിനോട് വലിയ എതിർപ്പ് ഉണ്ടായിരിക്കുന്നു. ഈ 3-ൽ 2 പാർട്ടികൾക്കും കോൺഗ്രസിനോട് കടുത്ത എതിർപ്പുണ്ടാകാൻ ഇത് ഇടയാക്കിയിരിക്കുന്നു. കേരളത്തിൽ CPM-ന് ഏറ്റ പരാജയം, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കേരളത്തിലെത്തി പിണറായി വിജയനെതിരെ വ്യക്തിപരമായി പോലും ആരോപണങ്ങൾ ഉന്നയിച്ചത്, CPM-ന് BJP-യുമായി ഡീലുണ്ട് എന്ന ആരോപണം തുടങ്ങിയവ ഉന്നയിച്ചതാണ് ഇടത് പാർട്ടികൾക്ക് അതൃപ്തിക്ക് കാരണമായത്. എങ്കിൽ DMK-യെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് ശേഷം TVK പക്ഷത്തേക്ക് കോൺഗ്രസ് മാറിയതാണ് എതിർപ്പിന് ഇടയാക്കിയത്. DMK ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. കോൺഗ്രസുമായി വേദി പങ്കിടാൻ കഴിയില്ല എന്നും അത് തങ്ങളുടെ അണികൾ സഹിക്കില്ല എന്നുമാണ് DMK-യുടെ വിശദീകരണം. അതേസമയം ഇടതു പാർട്ടികൾ കഴിഞ്ഞ ദിവസം പോലും കൂടിയാലോചന നടത്തിയ ശേഷമാണ് യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. CPM-ന്റെ ഭാഗത്തു നിന്നും രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് ആയിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതേസമയം മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കടുത്ത എതിർപ്പുകളുണ്ട്. JMM-നെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതാണ് പിണക്കത്തിന് ഇടയാക്കിയിരിക്കുന്നത്. അതിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെങ്കിലും JMM യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശിവസേന അതേസമയം ഓൺലൈനായി മാത്രമായിരിക്കും സഞ്ജയ് റൌട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുക. NCP ശരത് പവാർ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും സുപ്രിയ സുലെ യോഗത്തിന് എത്തും എന്ന അവസാന നിമിഷമാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റു പാർട്ടികൾ എല്ലാവരും തന്നെ യോഗത്തിന് എത്തുന്നുണ്ട്. 20-ലധികം പാർട്ടികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. എന്തായാലും ഈ യോഗത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നുള്ളത് സഖ്യകക്ഷികൾ തങ്ങളുടെ അതൃപ്തി കൃത്യമായി തന്നെ ഈ യോഗത്തിൽ അറിയിക്കും എന്നുള്ളതാണ്. തുടർന്നുള്ള ഭാവി പരിപാടികൾ ഉൾപ്പെടെ തയ്യാറാക്കുക, ഒപ്പം തന്നെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ പുനഃക്രമീകരണം എന്നിവയാണ് ഈ യോഗത്തിന്റെ അജണ്ട. അത് എത്രത്തോളം ഇന്നത്തെ യോഗത്തിൽ സാധ്യമാകും എന്ന് അറിയേണ്ടതുണ്ട്. അതേസമയം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ, അത് ഉത്തർപ്രദേശും പഞ്ചാബും അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി ഇന്ത്യ സഖ്യത്തെ വീണ്ടും പുനഃക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം നൽകിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. അത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് ധാരണ ഉൾപ്പെടെ ഈ ഒരു ഘട്ടത്തിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഇത് പരിഹരിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി ഇന്ത്യ സഖ്യം വീണ്ടും പൂർണ്ണ സജ്ജമാക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അതിനായുള്ള ചർച്ചകളായിരിക്കും ഇന്ന് പ്രധാനമായും നടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.